ഞങ്ങൾ കണ്ടിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ളതുകൊണ്ട് കണ്ടിട്ട് തോന്നില്ല. അപ്പൊ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇല്ല, അന്നത്തെ ഇഷ്യൂ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് അതങ്ങനെ മൂവ് ചെയ്യേണ്ടി വന്നു എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു കാര്യം. ഇപ്പം ഷൈൻ ചേട്ടൻ സിനിമയിലോട്ട് വരുന്നത് കമൽ സാറിൻ്റെ അല്ലേ? അല്ല, കമൽ സാർ ത്രൂ അല്ലേ? അതേപോലെ ഒരു കാലത്ത് ഞാൻ +2 പഠിക്കുന്ന സമയത്ത് വിജയമാത സ്കൂളിന്റെ മുന്നിൽ എനിക്ക് ആദ്യമായിട്ട് എനിക്ക് അഭിനയിക്കണം എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ്, മുന്നിൽ കണ്ട് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഷൈൻ ചേട്ടനാണ്. അങ്ങനത്തെ ഒരു സ്റ്റോറി ഉണ്ട്, ആർക്കും അറിയില്ല. അപ്പോൾ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു ആദ്യത്തെ ഒരു ആർട്ടിസ്റ്റാണ്. ആൻഡ് യെസ്, അപ്പം അത് നമ്മൾ പേഴ്സണലി ഞങ്ങളൊരു ഇടവകക്കാരൊക്കെയാണ്. അപ്പം നമുക്കത് ഒരു സ്പെഷ്യൽ ആയിരിക്കും. പേഴ്സൺ എന്ന് പറയുന്നത് സ്പെഷ്യൽ ആയിരിക്കും. പിന്നെ പോകെ അദ്ദേഹത്തിൻ്റെ ഉയർച്ചകളും കാര്യങ്ങളൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്കും മുന്നോട്ട് പോകുമ്പോൾ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓരോ സ്റ്റേജിൽ മുന്നോട്ട് പോകുമ്പോഴും അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അന്ന് അദ്ദേഹം ചെയ്ത അന്നയും ബസ്സിലൊക്കെ ചെയ്തിരിക്കുന്ന സമയമാണ് എൻ്റെ ഓർമ്മയിൽ എന്നോട് സംസാരിച്ചിട്ടുണ്ടോ. അപ്പം ആഫ്റ്റർ ദാറ്റ് കുറേ കാലങ്ങൾക്ക് ശേഷം പല ഇന്റർവ്യൂസൊക്കെ കാണുമ്പോഴും ഒരിത്തിരി ഒരു ഹൈപ്പർ പരിപാടി കാണുമ്പോഴും എന്നോട് ഞാൻ പലരുടെയും വാച്ച് ചെയ്യാൻ ഐശ്വര്യലക്ഷ്മി ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഷൈൻ എന്ന് പറയുന്നത് ഇൻ പേഴ്സൺ അങ്ങനെയല്ല എന്നുള്ളതുണ്ട്. അപ്പം നമ്മൾ മൂവി ചെയ്യാൻ ഞാനൊരു തീരുമാനം എടുക്കുമ്പോഴും എനിക്ക് ആ ഒരു കുറേ കാലത്തിന് ശേഷം നമ്മളുടെ ഒരു നാട്ടുകാരൻ്റെ ഒപ്പം അല്ലെങ്കിൽ ഞാൻ അഡ്മയർ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒപ്പം ഞാൻ അത് ആ സ്പേസ് ചെയ്യുവാണ് എന്നുള്ളൊരു ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു. ആൻഡ് വി ഡിഡ് ഇറ്റ്. അടിപൊളിയായിരുന്നു. ഒരു കാര്യത്തിൽ എനിക്ക് ഒരു തരത്തിലും ഇതുവരെയും ഒരു മാറ്റമില്ലാത്തൊരു കാര്യം വെച്ചാൽ അടിപൊളി പെർഫോമറാണ്. ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പേഴ്സണലി അറിയില്ല. പിന്നെ ഒരു സ്പേസിൽ ഉണ്ടായ ഒരു അനുഭവം എനിക്കത്ര ഞാൻ നോക്കിക്കണ്ട ഒരാളിൽ നിന്ന് വരുന്ന ഒരു ചെറിയൊരു മനഃപൂർവ്വമായിരിക്കില്ല മേ ബി, പക്ഷേ നമ്മൾ സംസാരിച്ചു, പക്ഷെ ഞാനത് എക്സ്പെക്ട് ചെയ്തില്ല. ഞാനും അങ്ങനെ എക്സെപ്റ്റ് ചെയ്തില്ല. അപ്പോ കേട്ടാവും. കാരണം നമ്മള് ഓരോ നിമിഷം മൂവിയിലും മാത്രമല്ല ആളുകളെ എന്റർടൈൻ ചെയ്യിപ്പിക്കാനായിട്ടുള്ള ഫൺ രീതിയിലുള്ള സംസാരങ്ങൾ ചിലപ്പോ ലൂസ് ടോക്ക് പോലെ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും അറിയാറില്ല. എല്ലാവരും ഒരേപോലെ ഇല്ലല്ലോ. ഇപ്പോ കാണുന്നതും അല്ലെങ്കിൽ ഒരു ആശയങ്ങളും ഒന്നും എല്ലാം വ്യത്യസ്തമാണ് എല്ലാവർക്കും. അപ്പൊ അതിലുള്ള വ്യത്യസ്തത നമ്മള് അല്ലെങ്കിൽ അതേപോലെ ഒരു കാര്യം കേൾക്കുമ്പോഴും 5 പേരും 5 രീതിയിലാണ് എടുക്കുന്നത്. എല്ലാവർക്കും അത് എൻജോയബിൾ ആയിരിക്കില്ല. അത് പലപ്പോഴും എനിക്ക് മനസ്സിലായിരുന്നില്ല. അങ്ങനെ എന്റെ ഭാഗത്ത് എന്തെങ്കിലും കേട്ടായിട്ടുണ്ടെങ്കിൽ സോറി. എനിക്ക് പറയാൻ ഇതൊക്കെ പേഴ്സണലി പറയേണ്ട കാര്യമാണ്. മീഡിയസിന് മുന്നിൽ ഇങ്ങനെ വന്നിരുന്ന് പറയേണ്ട കാര്യമല്ല തോന്നുന്നു. അല്ല, ഇപ്പൊ നമ്മൾ അങ്ങനെയാണെങ്കിൽ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു വിഷയമായിരുന്നു. അപ്പം എനിക്ക് ഒരൊറ്റ കാര്യമുള്ളത് ഉണ്ടായിരുന്നത്, ഇപ്പം ഫിലിം സ്റ്റുഡിയോയിൽ തന്നെ ചേട്ടൻ പറയുന്നുണ്ട്, കാര്യങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആ മാറ്റത്തിൽ എനിക്ക് വേറെ എന്തുകൊണ്ടാണ് പിന്നെ ഹോൾഡ് ബാക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഒന്നെങ്കിലും പിടിച്ചു വെക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ മാറ്റം എന്ന് പറയുന്നത് ഇദ്ദേഹം എന്ന് പറയുന്ന വ്യക്തിയോട് അത്രയും റെസ്പെക്റ്റ് ആണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. അത് ഞാനും അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഒന്നുമല്ല, ബട്ട് ഐ റെസ്പെക്ട് ദാറ്റ്. ആൻഡ് എനിക്കത് അത്രേ എനിക്ക് പറയാനുള്ളൂ. ആൻഡ്